നമസ്കാരം. ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു വംശീയ വെറി ഇപ്പോൾ ലോകത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കൂടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയോ. പൊതുവേ ശാന്തമായ അയർലൻഡിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ഇവിടുത്തെ മേയറായ വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന വംശീയ അധിക്ഷേപം ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ രാജ്യം കൈവരിക്കുന്ന പുരോഗതി, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കലി നമ്മൾ വളരുന്നതിൽ അസ്വസ്ഥത പൂണ്ട ഒരുപറ്റം ആളുകൾ, അതിനേക്കാൾ ഉപരിയെല്ലാം നമ്മുടെ എല്ലാം ഒരു സിവിക് സെൻസ് എന്ന് പറഞ്ഞ സംഭവമല്ലേ. ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിക്കുക, റോഡിൽ നിന്ന് പാട്ടും കൂത്തും ബഹളം നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഒട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ഒരു പെരുമാറ്റം അനദർ റീസൺ. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾ സ്വയം മാറേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ. നമ്മളെല്ലാം എപ്പോഴും നമ്മളിലോട്ട് തന്നെ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണില്ലേ. നമ്മുടെ പരിപാടികളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് മാത്രം ഒതുക്കുന്നു. ഈ ഒരുപാട് വലിയ പ്രോഗ്രാംസ്, ഒപ്പം തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ആളുകളെയും കൂടെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം പരിപാടികൾ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് തന്നെ പല മേഖലകളിലും നമുക്കും ഇവരുടെ കമ്മ്യൂണിറ്റിക്കൊപ്പം പ്രവർത്തിച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാം, സ്കൂളുമായിട്ട് വർക്ക് ചെയ്യാം, പള്ളികളുമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു വെൽക്കമിങ് ഫീൽ വരും. നമ്മൾ നോക്കി തന്നെ അറിയാൻ പറ്റും, നഴ്സിംഗ് മേഖലകളിലൊക്കെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഫിലിപ്പിനോസിനൊക്കെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ ആൾക്കാർക്ക് ഒരിക്കലും കിട്ടാറില്ല. കാരണം അവർ ഇവിടുത്തെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ജീവിക്കാനും അവരൊക്കെ തയ്യാറാവുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണേ. നമസ്കാരം. ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു വംശീയ വെറി ഇപ്പോൾ ലോകത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കൂടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയോ. പൊതുവേ ശാന്തമായ അയർലൻഡിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ഇവിടുത്തെ മേയറായ വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന വംശീയ അധിക്ഷേപം ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ രാജ്യം കൈവരിക്കുന്ന പുരോഗതി, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കലി നമ്മൾ വളരുന്നതിൽ അസ്വസ്ഥത പൂണ്ട ഒരുപറ്റം ആളുകൾ, അതിനേക്കാൾ ഉപരിയെല്ലാം നമ്മുടെ എല്ലാം ഒരു സിവിക് സെൻസ് എന്ന് പറഞ്ഞ സംഭവമല്ലേ. ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിക്കുക, റോഡിൽ നിന്ന് പാട്ടും കൂത്തും ബഹളം നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഒട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ഒരു പെരുമാറ്റം അനദർ റീസൺ. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾ സ്വയം മാറേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ. നമ്മളെല്ലാം എപ്പോഴും നമ്മളിലോട്ട് തന്നെ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണില്ലേ. നമ്മുടെ പരിപാടികളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് മാത്രം ഒതുക്കുന്നു. ഈ ഒരുപാട് വലിയ പ്രോഗ്രാംസ്, ഒപ്പം തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ആളുകളെയും കൂടെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം പരിപാടികൾ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് തന്നെ പല മേഖലകളിലും നമുക്കും ഇവരുടെ കമ്മ്യൂണിറ്റിക്കൊപ്പം പ്രവർത്തിച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാം, സ്കൂളുമായിട്ട് വർക്ക് ചെയ്യാം, പള്ളികളുമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു വെൽക്കമിങ് ഫീൽ വരും. നമ്മൾ നോക്കി തന്നെ അറിയാൻ പറ്റും, നഴ്സിംഗ് മേഖലകളിലൊക്കെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഫിലിപ്പിനോസിനൊക്കെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ ആൾക്കാർക്ക് ഒരിക്കലും കിട്ടാറില്ല. കാരണം അവർ ഇവിടുത്തെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ജീവിക്കാനും അവരൊക്കെ തയ്യാറാവുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്.